ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി വെളുത്തുള്ളി അച്ചാർ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് സ്റ്റൗവിലേക്ക് കടായി എടുത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് 1.5 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്ത് ഒരു 5-8 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് അതിനെ പൊട്ടി വരുന്നവരെ ചൂടാക്കിയെടുക്കണം. അപ്പോൾ കടുവൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്തേക്ക് നമുക്ക് ഇറക്കി വെക്കാം. പിന്നീട് നമ്മളതിനെ ഒന്ന് പൊടിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ പിന്നീട് നമ്മൾ ആ പൊടിക്കാനിടുന്നതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം വറ്റൽമുളക് അത്രയല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പം എരിവില്ലാതെ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിനെ പൊടിച്ച് വരുന്ന സമയത്തേക്ക് നമുക്ക് കടായി വെച്ച് അതിലേക്ക് ഒരു 1/4 കപ്പോളം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണയിൽ വേണം നമ്മൾ അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, എങ്കിലേ കൂടുതൽ കാലം നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നല്ലെണ്ണയിലേക്ക് കുറച്ച് പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. പിന്നീട് നമ്മൾ എടുത്തു വെച്ച വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് അതിനെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആണെങ്കിൽ അതിനൊന്ന് നടുക്കെ കീറിയെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ചെറുതും വലുതും കൂടി ആകുമ്പോൾ ചെറുത് പെട്ടെന്ന് കരിഞ്ഞു പോകും, വലുത് വാടുകയും ചെയ്യില്ല. അതുകൊണ്ട് ഒന്ന് വലിയ വെളുത്തുള്ളിയെല്ലാം നമുക്ക് നടുവേ ഒന്ന് പൊളന്നിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെ നന്നായിട്ട് ആ എണ്ണയിൽ കിടത്തി നന്നായിട്ട് വഴറ്റിയെടുക്കുക. കളർ മാറുന്നവരെ വഴറ്റുമൊന്നും വേണ്ട കേട്ടോ. അപ്പം എന്നാൽ വാടുകയും വേണം. അതുപോലെ ഇല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പം എണ്ണ കൂടുതൽ ഒഴിക്കുന്നവർക്ക് കൂടുതൽ ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വെളുത്തുള്ളിക്ക് ആവശ്യമായിട്ടുള്ള എണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നീട് നമ്മളതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയും കൂടിയിട്ട് അതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകരുത്, കറിവേപ്പിലയിൽ പോലും വെള്ളം ഉണ്ടാകരുത്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി വഴറ്റിയെടുത്ത് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് എൻ്റെ വെളുത്തുള്ളിയെല്ലാം. പിന്നീട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പൊടിച്ച് വെച്ച പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അച്ചാർ ആക്കി വെച്ചാൽ നമ്മൾ നല്ലൊരു എയർ ടൈറ്റുള്ള കുപ്പിയിൽ വേണം ആക്കി വെക്കാനും. അതുപോലെ തന്നെ നമ്മൾ അത് കോരാൻ ഉപയോഗിക്കുന്ന സ്പൂൺ എപ്പോഴും അതിൽ തന്നെ ഇട്ട് വെക്കാനൊന്നും പാടില്ല. എപ്പോഴും അതെടുത്ത് പുറത്ത് വെക്കണം ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങനെ ആകുമ്പോൾ അച്ചാർ കൂടുതൽ കാലം നിൽക്കും. പിന്നീട് നമ്മൾ അതിലേക്ക് ഒരു 1/4 കപ്പ് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിനാഗിരിൻ്റെ ആ ഒരു കുത്തൽ മണം മാറുന്നത് വരെ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഇവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഉപ്പിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നീട് എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആ വിനാഗിരിയുടെ പുളിയും ആ ഒരു എരിവും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യും. പിന്നീട് നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കായം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ആ കായം കൂടി ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പം നമ്മുടെ അച്ചാർ ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ല തണുത്തതിന് ശേഷം നല്ല എയർ ടൈറ്റിലെ കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.